ഫോണിലുള്ള കോണ്ടാക്റ്റുകൾ സിമ്മിലേക്കാക്കണോ? ഇനി അഥവാ സിമ്മിലുള്ള കോണ്ടാക്റ്റുകൾ നേരെ ഫോണിലേക്കാക്കണോ? ഇനി അഥവാ സിമ്മിലും ഫോണിലും ഒക്കെയുള്ള കോണ്ടാക്റ്റുകൾ നമുക്ക് മെമ്മറി കാർഡിലേക്ക് ആക്കണോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയതായിട്ടൊരു ഫോൺ വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു പ്രശ്നം വരാറുണ്ട്. പിന്നെ സിം ചേഞ്ച് ചെയ്യുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. പുതിയതായിട്ട് ഫോൺ വാങ്ങിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പുതിയതായിട്ട് നമ്മളൊരു ഫോൺ വാങ്ങിച്ച് സിം അതിലിടുമ്പോൾ കോൺടാക്റ്റുകൾ മൊത്തം പഴയ ഫോണിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് സിമ്മിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കോണ്ടാക്റ്റ് നമ്മുടെ സിം മാറ്റുമ്പോഴും ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പരിഹരിച്ച് തരുന്നതായിരിക്കും. ഇപ്പോൾ പേഴ്സണലി എൻ്റെ അടുക്കൽ തന്നെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ സിമ്മിലുള്ള കോൺടാക്റ്റുകളൊന്ന് ഫോണിലേക്ക് ആക്കി തരുമോ, ഫോണിലുള്ള കോൺടാക്റ്റുകളൊന്ന് സിമ്മിലേക്ക് ആക്കി തരുമോ എന്നൊക്കെ. അതുകൊണ്ട് എനിക്ക് വന്നൊരു ചിന്താഗതിയാണ്, ഇതൊന്ന് ആളുകളിലേക്ക് ഇങ്ങനെ എത്തിച്ചു കൊടുത്താൽ എന്താണെന്ന്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള കാരണം ഇത് അറിയാത്ത ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്രദമാവുമെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിലുള്ള കോണ്ടാക്റ്റുകൾ എങ്ങനെ ഫോണിലേക്കാക്കാം, ഫോണിലുള്ള കോണ്ടാക്റ്റുകൾ എങ്ങനെ നമുക്ക് സിമ്മിലേക്കാക്കാം, സിമ്മിലും ഫോണിലുമുള്ള കോണ്ടാക്റ്റുകളൊക്കെ നമുക്ക് എങ്ങനെ മെമ്മറി കാർഡിലേക്കാക്കാം, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം നമ്മൾ കോണ്ടാക്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കോണ്ടാക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. കോണ്ടാക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കോണ്ടാക്റ്റ് വരുന്ന എല്ലാവർക്കും അറിയാം, എല്ലാവരുടെ മൊബൈലും സെയിം തന്നെ ആയിരിക്കും. ഇവിടെ വലത് ഭാഗത്തായി കാണുന്ന 3 ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. വലത് ഭാഗത്ത് കാണുന്ന 3 ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ കാണാം ഇമ്പോർട്ട് എക്സ്പോർട്ട് കോണ്ടാക്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. നമ്മൾ അതിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോണ്ടാക്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇമ്പോർട്ട് എക്സ്പോർട്ട് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇമ്പോർട്ട് ഫ്രം സ്റ്റോറേജ്, ഇമ്പോർട്ട് ഫ്രം സിം കാർഡ് 1, ഇമ്പോർട്ട് ഫ്രം സിം കാർഡ് 2, സിം കാർഡ് 1ലേക്ക് ഇമ്പോർട്ട് ചെയ്യണോ, സിം കാർഡ് 2ലേക്ക് ഇമ്പോർട്ട് ചെയ്യണോ. ഇതിൽ 2 സിം ഉണ്ടായതുകൊണ്ടാണ്. നിങ്ങളുടെ മൊബൈൽ എങ്ങനെയാണെന്ന് അറിയില്ല, നിങ്ങൾ ചിലപ്പോൾ ഒരു സിം ഉള്ള മൊബൈലായിരിക്കാം. അപ്പോൾ അതുപോലത്തെ ഓപ്ഷനാണ് വരിക. ഇവിടെ അതുപോലെ എക്സ്പോർട്ട് പറയുന്നത് എക്സ്പോർട്ട് സിം കാർഡ് 1, എക്സ്പോർട്ട് 2, സിം കാർഡ് 2, ഇങ്ങനെയൊക്കെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ മുകളിലായിട്ട് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക, ഇമ്പോർട്ട് ഫ്രം സ്റ്റോറേജ്. ഫ്രം സ്റ്റോറേജിൽ നിന്നും നമുക്ക് മാറ്റേണ്ടത്. അതായത് സ്റ്റോറേജ് നമുക്കറിയാം നമ്മുടെ മൊബൈൽ ഫോണിലുള്ള സംഭവമാണ്. മൊബൈൽ ഫോണിൽ നിന്ന് സിമ്മിലേക്ക് മാറ്റാനുള്ള ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക, സെക്കൻഡായിട്ട് ശ്രദ്ധിക്കുക, എക്സ്പോർട്ട് ടു സ്റ്റോറേജ്. അത് സിം കാർഡിൽ നിന്ന് നമ്മളെ സ്റ്റോറേജിലേക്ക് എക്സ്പോർട്ട് ആവുകയാണ്. ഇവിടുന്ന് ഫസ്റ്റ് കാണിച്ചതെന്ന് വെച്ചാൽ ഇമ്പോർട്ട് ചെയ്യുകയാണ്, സ്റ്റോറേജിൽ നിന്ന് ഇങ്ങോട്ട് സിം കാർഡിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എക്സ്പോർട്ട് പറഞ്ഞ എക്സ്പോർട്ട് ടു സ്റ്റോറേജ് ആണ്. അതായത് നമ്മൾ സിം കാർഡിലുള്ളത് എക്സ്പോർട്ട് ടു സ്റ്റോറേജ് ചെയ്യുകയാണ്. ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് അതിലോട്ടൊന്ന് കയറി നോക്കാം. ഇമ്പോർട്ട് ഫ്രം സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് നോക്കാം. ഇവിടെ അക്കൗണ്ടുകൾ കാണിക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ അക്കൗണ്ടുകൾ മൊത്തം കാണിക്കുന്നുണ്ട്. ഏത് അക്കൗണ്ടിൽ നിന്നാണോ അയക്കേണ്ടത്, ഇവിടെ എം ഐ അക്കൗണ്ടാണ്, അത് ഞാൻ സെലക്ട് ചെയ്തു. അതിൽ നിന്നാണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ഫ്രം സ്റ്റോറേജ് ആണ്, അത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ വരും. എക്സ്പോർട്ട് ടു നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എക്സ്പോർട്ട് ടു സ്റ്റോറേജ് പറയുമ്പോൾ യെസ്, യുവർ കോൺടാക്ട് ലിസ്റ്റ് വിൽ ബി എക്സ്പോർട്ടഡ് ടു ഫയൽ. അതായത് എക്സ്റ്റേണൽ ഫയലിലേക്ക് അത് ഡൗൺലോഡായി വരുന്നതായിരിക്കും. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ കോൺടാക്റ്റുകൾ മുഴുവൻ ഇവിടെ സെറ്റായിട്ട് വരുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ മസ്റ്റ്. കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും. കാരണം സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക തന്നെ അവർ ഇത് ഒരുപാട് പേരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കാരണം അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസുമായിട്ട് ടെക് ഇൻഫോർമേഷൻ സംബന്ധമായിട്ടുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് കണ്ടുമുട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ.